ഹലോ UK മലയാളി സുഹൃത്തുക്കളെ, നമ്മൾ ഏകദേശം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള അന്തരീക്ഷമായി തുടങ്ങി UK-ൽ. ഞാൻ ജോഷി, ബ്രിക്കൻഹെഡ്, വിറാലിൽ നിന്നും. ഇന്നലെ ഞങ്ങളുടെ ഏരിയയിൽ ലിവർപൂൾ സൈഡിൽ ഏകദേശം 25-26 ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഏകദേശം 22 ഡിഗ്രി സെൻറ്റിഗ്രേഡൊക്കെയാണ് കാണിക്കുന്നത്. ചൂട്, വെയിൽ, നല്ല രീതിയിലുള്ള അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പം മലയാളികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. നമുക്ക് കിഡ്നി സ്റ്റോണൊക്കെ നന്നായിട്ട് വരാനുള്ള സാഹചര്യങ്ങളുള്ള സമയമാണ്. കാരണം നമ്മൾ വെള്ളം കുടിക്കുന്നതിന് വളരെയധികം പിന്നിലേക്കുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾ നന്നായി വെള്ളം കുടിക്കുക. കൂടാതെ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ, നമ്മളുടെ ഈ ഭാഗം പെട്ടെന്ന് വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ സ്കിൻ പെട്ടെന്ന് മാറാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ കുറച്ച് നേരം വെയിലത്ത് നടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വീട്ടിലേക്ക് വന്ന് കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ നമുക്കിവിടെ നീറാൻ തുടങ്ങും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ല സ്ട്രോങ് ആണ് എന്നുള്ളൊരു മിഥ്യാധാരണ ആർക്കും വേണ്ട. ഇവിടെ ഏറ്റവും കൂടുതൽ സ്കിൻ എഫക്റ്റ് നമ്മുടെ ഏഷ്യൻസിന് നല്ല രീതിയിൽ കിട്ടാറുണ്ട്. മാത്രമല്ല, ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമല്ലോ, നമ്മളുടെയൊക്കെ വിറ്റാമിൻ ഡിയുടെയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്ന കാര്യമാണ്. അപ്പോൾ അത് കാരണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെയിലത്ത് നിങ്ങൾ പാർക്കിലും മറ്റും സൈക്ലിങ്ങിനോ അല്ലെങ്കിൽ നടക്കാനോ ഓടാനോ കളിക്കാനോ പോകുമ്പോൾ നമ്മളുടെ സൺക്രീം മൊത്തം കവർ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഡാമേജ് വരാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ വെയിലത്ത് പോയി കിടക്കുമ്പോൾ ശ്രദ്ധിക്കുക. കുറേ നേരമൊക്കെ പ്രത്യേകിച്ച് ബീച്ചിലൊക്കെ പോയി അല്ലെങ്കിൽ നമ്മളുടെ പാർക്കിലൊക്കെ പോയിട്ട് ചെറുതായിട്ട് ചില്ലിങ്ങിന് വേണ്ടി ബീറൊക്കെ കുടിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് വരുമ്പോൾ പുറത്തൊക്കെ ഭയങ്കര ബ്ലിസ്റ്റർ ഉണ്ടാവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പം ചൂട് ആയി നന്നായി എൻജോയ് ചെയ്യുക. നല്ല രീതിയിലുള്ള പാർക്കിലും എല്ലാവരുടെയും പോയി ലൈഫ് നല്ലൊരു മാക്സിമം എൻജോയ് ചെയ്യുക. ഒപ്പം സൺക്രീം തേക്കുക. അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. താങ്ക് യു.